കുണ്ടന്നൂർ പാലം പൂട്ടിയിട്ട് ആളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 7-ാം ദിനം. ആളുകൾ തിരക്ക് ശീലമാക്കി വരുന്നു. ഉദ്യോഗസ്ഥരുടെ ഉയർന്ന കാര്യക്ഷമത കൊണ്ടാവാം തിരക്ക് ഓരോ ദിനവും കുറഞ്ഞു വരുന്നത്. തേവര ഭാഗത്തു നിന്നും സാധാരണ രീതിയിൽ കുറഞ്ഞ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. തേവര വഴി തോപ്പുംപടി പോകുന്ന ഇരുചക്രങ്ങൾക്ക് പുതിയ വിക്രാന്ത് പാലത്തേക്കാൾ പഴയ വെണ്ടുരുത്തി പാലമായിരിക്കും മെച്ചം. അങ്ങനെ പോകുന്ന വഴിയാണ് അറ്റത്ത് ഒരു ഓട്ടോ ടാക്സി പെട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. വഴിയറിയാതെ കയറിയതായിരിക്കും അങ്ങേര്. ഇനി മുഴുവൻ തിരിച്ചു പോകേണ്ടി വരും. ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് ഓടിച്ചാൽ നന്നായിരിക്കും, അല്ലേൽ ചെളിയിൽ കിടക്കും. എന്നാൽ ഇന്നലത്തെ അവസ്ഥയല്ലോട്ടോ ഇന്നലെ ഇവിടെ തിങ്ങിയും ഞെരങ്ങിയുമായിരുന്നു വാഹനങ്ങളുടെ തിരക്ക്. പിന്നെ പറഞ്ഞു വരുമ്പോൾ ഈ കാണിക്കുന്നതിനെ ഒന്ന് ന്യായീകരിച്ച് നോക്കണം. ഇവരുടെ തിരക്ക് കൂട്ടിൽ കാണുമ്പോൾ തോന്നും ബാക്കി തിരക്കിൽ കിടക്കുന്നവർക്ക് ഒട്ടും തിരക്കില്ലെന്ന. അത്യാവശ്യമുള്ളവർ പൊക്കോട്ടെ, അവർക്ക് അത്യാവശ്യം ഉണ്ടായിട്ടല്ലേ എന്ന് പറയാം. പക്ഷെ ഇതും അത്യാവശ്യവും കൂട്ടിച്ചേർക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതായത് ദുബായ് പോലുള്ള പ്രമുഖ നഗരങ്ങളെ വെച്ച് രാജ്യത്തെ താരതമ്യം ചെയ്യുന്നവരായിരിക്കും ഈ കാണിക്കുന്നത് ഭൂരിഭാഗവും. അന്യരാജ്യങ്ങളിൽ ചെന്ന് നാടിന് ചീത്തപ്പേരുണ്ടാക്കുന്നവരും ഇങ്ങനെയുള്ളവർ തന്നെ ആയിരിക്കും. ഇത്രയും പറഞ്ഞു വന്നതെന്തെന്നാൽ മുൻപും പിമ്പും നോക്കാതെയുള്ള ഈ മറികടക്കൽ എതിർദിശയിൽ വരുന്ന ഗതാഗതം തടസ്സപ്പെടുത്തുകയും പിന്നീട് 2 വശത്തേക്കുള്ള ഗതാഗതം മണിക്കൂറുകൾ തിങ്ങാൻ വരെ കാരണമാക്കുകയും ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത്. കുണ്ടന്നൂർ പാലം അടച്ചിട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയില്ല. ഇന്നിപ്പോൾ ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കണ്ടു. 10,000-കണക്കിന് ആളുകളെ വിഡ്ഢികളാക്കി അടച്ചിട്ടിരിക്കുന്ന പാലത്തെ പണി ചെയ്യുന്നത് ആകെ 2 അന്യസംസ്ഥാന തൊഴിലാളികൾ മാത്രം. ഈ കാര്യങ്ങളൊക്കെ ഇത്രയും നിസ്സാരമാണോ? കൊച്ചിയിലുള്ളവർക്ക് എന്താ വിലയില്ലാത്ത? എത്രയോ എളുപ്പത്തിലും പരിഗണനയോടെയും ചെയ്യേണ്ട ജോലിയല്ലേ ഇത്രയും അവഗണിക്കപ്പെടുന്നത്? ഇന്നത്തെ പകലിന്റെ കാര്യവും ഏറെക്കുറെ വ്യത്യാസങ്ങളൊന്നുമില്ല. തോപ്പുംപടി ഭാഗത്തു നിന്നും ഹാർബർ വഴി വരുന്ന വാഹനങ്ങൾ സാധാരണ പോകുന്ന വാത്തുരുത്തി ഗേറ്റ് വഴിയും, BOT വഴി വരുന്ന വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾ ഐലൻഡ് വഴിയും, ചെറിയ വാഹനങ്ങൾ നേരെയുള്ള വഴിയും ആയിരുന്നു കടത്തിവിട്ടിരുന്നത്. BOT ജംഗ്ഷനിലെ ഭൂരിഭാഗം ഭാഗങ്ങളും അടച്ചിട്ടിരിക്കുന്ന രീതിയിലായിരുന്നു കണ്ടത്. ഇന്ന് ഏകദേശം നല്ല രീതിയിൽ തിരക്കിന് കുറവുണ്ടായിരുന്നു. അവിടെയും ഇവിടെയും ഒക്കെ കുരുക്കഴിക്കാൻ പാടുപെടുന്ന പോലീസുകാരെയും കാണാം.
തിരക്കിനാൽ വരുന്ന അശ്രദ്ധയും ധാർമ്മികമില്ലാതെയുള്ള സഞ്ചാരവും സവാരിയും ഇവിടെയും നമുക്ക് കാണാം.